ഹലോ, നമസ്കാരമുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. ഏതാണ്ട് ഇന്ത്യക്കഥ പ്രായമായിട്ടുള്ള ആൾക്കാർ, മറ്റേത് ചെറുപ്പക്കാരെ കൊണ്ടൊക്കെ ഇവിടെ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ ലാന ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക സർഗവേദി ഇവരെ കൂടിയിട്ടൊരു സാഹിത്യ ക്യാമ്പ് നടത്തി ഇവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് നാഷ്വിൽ, ഇത് അമേരിക്കൻ്റെ തൊട്ടടുത്ത് കാനഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സുകുമാർജി, ശങ്കർ, JCJ, ജേക്കബ് ജോൺ, ന്യൂയോർക്ക്, ജോൺ കൊടി ഇവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വന്ന്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവരൊക്കെ സാൻ ഫ്രാൻസിസ്കോയിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രവാസികളുടെ വായനാലോകം, ഇത് വായനാലോകം എന്ന് പറഞ്ഞാണ് നമ്മൾ ചാനലിൻ്റെ പേര്. അപ്പോൾ അധികവും ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ ആൾക്കാർക്ക് ബോറടിക്കും, നിങ്ങളല്ലാണ്ട് വേറെ ആരും നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അപ്പോൾ ഇന്നലെ ആത്മാരാമൻ ഉണ്ടായിരുന്നു, ശോഭാ തരൂർ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഞങ്ങളൊരു ഫുൾ ഡേ ആൻഡ് 1.5 ഡേ ഇരുന്നിട്ട് MT എന്നൊക്കെ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിൽ വായനാലോകം എന്നുള്ളൊരു വിഷയം അതിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. കാരണം എഴുത്തുകാരും കൂടെ എഴുത്തുകാരെക്കാട്ടും കൂടുതൽ വായനക്കാരുള്ളൊരു ഇതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നേ ഉള്ളൂ, ഒരു പ്രവാസി എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ പ്രവാസി എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്കൻ അല്ലെങ്കിൽ ഈ ഏരിയയിലെ പ്രവാസി എന്നുള്ളതും കൂടെ പറയണം. ഇവിടെ മലയാളം പുസ്തകങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഗൾഫിലെ പോലെ കിട്ടാം. നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ എത്രയോ മുമ്പ് വന്നതാണ്? ഞാൻ 2001 ഇവിടെ വരുന്നത്, നിങ്ങളൊക്കെ അതിന് മുമ്പേ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അന്നും എന്നുമായിട്ടുള്ള ഈ വായനയുടെ ഒരു സംഭവം എങ്ങനെയാണ് പോകുന്നത്? ഞാൻ തുടങ്ങൂ. ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു പെട്ടി 2 പെട്ടിയാണല്ലോ ഒരാൾക്ക് കൊണ്ടുവരാവുന്നത്. അതിലൊരു പെട്ടി പുസ്തകങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കും. ഒരു പെട്ടി നിറയെ DCP. എൻ്റെ നാട്ടിൽ ചെന്ന ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അവിടെയുള്ള പുസ്തകശാലകൾ കയറി ഇറങ്ങി നടക്കുക എന്നുള്ളതാണ്. DCP, പിന്നെ മാതൃഭൂമി, അതുപോലെ തന്നെ അവിടെയുള്ള ലോക്കൽ ബുക്ക് സ്റ്റോളിലെല്ലാം കയറി എനിക്ക് വേണ്ട പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് ഒരു പെട്ടി ഞാൻ അതിനകത്ത് മാറ്റി വയ്ക്കും. പിന്നെ ഞാനൊരു ലൈബ്രറി വീട്ടിൽ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് ബിൽഡപ്പ് ചെയ്തൊരു ലൈബ്രറിയാണ്. കൂടുതലും കവിതകളാണ് ഞാൻ വായിക്കുന്നത്. അപ്പം കാവ്യ പുസ്തകങ്ങൾ എന്ന് പറയുമ്പം എഴുത്തച്ഛൻ്റെ തൊട്ട് ഇപ്പം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കവികളുടെ വരെ പുസ്തകങ്ങൾ ശേഖരിക്കുവാൻ ഞാൻ കഴിയുന്നത്ര ശ്രമിക്കാറുണ്ട്. പിന്നെ മാക്സ്റ്റർ വഴി നമുക്ക് വായിക്കാം. മാക്സ്റ്റർ വഴി എല്ലാ മാസികകളും നമുക്ക് ഇപ്പൊ തുടങ്ങിയതാണ്. മാക്സ്റ്റർ തുടങ്ങിയതാണ്. ഞാൻ പറയാം മറ്റൊരു മാർഗം, വന്നിട്ട് കുറേ ആയില്ല. ഞാൻ 92 വന്നതാണ്. അപ്പം കഴിഞ്ഞ 33 വർഷമായിട്ട് എന്നെ നിലനിർത്തുന്നത് വായനയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മളൊരു സൃഷ്ടികർത്താവിൽ വിശ്വസിക്കുന്നു, ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു ശക്തിയുടെ സ്വാധീനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു വാസന എന്ന് പറയുന്നത് ഈ സഹൃദയത്വം ആണ്. അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതധർമ്മമായിട്ട് ഞാൻ കരുതുന്നത്. പ്രാണവായു പോലെ എനിക്ക് വായനയും എൻ്റെ ജീവിതത്തിന് ആഹാരം കഴിക്കുന്നത് പോലെ മറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് വായന. ആണ് ഞാൻ എങ്ങനെ എവിടെയും സമയം കണ്ടെത്തും. ഇപ്പം ഫോൺ വന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം പുസ്തകം കൊണ്ട് പോകാനൊക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പുസ്തകത്തിൻ്റെ കോപ്പി എടുത്തു കൊണ്ടുപോയി വായിക്കും. ഉദാഹരണം പറഞ്ഞാൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇപ്പോൾ ജോലി സ്ഥലത്ത് ഒരു ഇടവേള കിട്ടിയാൽ നമുക്ക് പുസ്തകം തുറന്നു വെച്ചാൽ നമ്മുടെ സൂപ്പർവൈസർ പിടിക്കും. എന്നാൽ ഫോണിലാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഫോണിൽ വരെ ഇപ്പോൾ ഒരു പദ്യം നമുക്ക് ചെറിയൊരു പദ്യം പുതുതായിട്ട് വന്നത് നമുക്ക് ഫോണിൽ വായിക്കാമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ വായന ഇതുവരെയും ഈ സമയം വരെയും എൻ്റെ ഒരു ഹോബി എന്ന് ഞാൻ പറയില്ല, എൻ്റെ ഒരു സെക്കൻഡ് നേച്ചർ ആയിട്ടാണ് എൻ്റെ അനുഭവമൊന്നുമല്ല. അത് ഞാൻ തന്നെയാണത്. വായന തന്നെയാണ്, ഞാൻ തന്നെയാണ് വായന. അത് ഏകദേശം എനിക്ക് കൂടുതൽ വായിക്കുന്നൊന്നുമില്ല എന്ത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം. എനിക്ക് നിറയെ പുസ്തകങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വൈഫ് എന്നെക്കാളും നന്നായിട്ട് വായിക്കുന്ന ആളാണ്. എൻ്റെ ഒരു ദുഃഖം, അവിടെ നിന്നൊരു പുസ്തകം കടം മേടിച്ച് കൊണ്ടുപോയി തരാത്തൊരു പരാതി എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല ഇതേവരെ. അപ്പം അത്രയ്ക്ക് വായന താല്പര്യമുള്ളവരൊന്നും അവിടെ കാണുന്നില്ല. കൊടുക്കാഞ്ഞിട്ടല്ല, അത്രയും നല്ല ആൾക്കാരോട് ഉണ്ടെന്നാണ്. തിരിച്ചു തന്നെങ്കിൽ എടുത്തോണ്ട് പോണ്ടേ. ഈ ബുക്കുകൾ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ആരോ പറഞ്ഞു ഓരോ അതിഥികൾ വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള പുസ്തകങ്ങൾ നിരത്തി വെക്കാന്നൊക്കെ. ഞാനൊക്കെ നോക്കി, ഒന്നിലും ആരും പിടിക്കുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാന എന്ന് പറഞ്ഞിട്ട്
ഇവിടെ ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് വായിക്കാൻ താല്പര്യമുള്ളവർ, ഇപ്പം എൻ്റെത് തന്നെ വായിക്കണമെന്നില്ല, വായനകൾ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ആരോ പറഞ്ഞു, ആ വാക്ക് ഇഷ്ടമല്ല, ആ ഒരു കമ്പനി, അതെ, ആ ഒരു കമ്പനി ഉണ്ടെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അതിൽ എനിക്ക് ജേക്കബ് ജി പറഞ്ഞ പോലെ ഞാൻ 87 പഠിക്കാനായിട്ട് വന്നതാണ്. ആ സമയത്ത് കലാകൗമുദി മാതൃഭൂമിയും വായിക്കാതിരിക്കാൻ വെച്ച ജീവിതമില്ല. അത് ചെറുപ്പത്തിൻ്റെ ഒരു ഇതുണ്ട്, കാരണം അത് പുതുതായിട്ട് വരുന്ന സംഗതികൾ അപ്പം തന്നെ വായിക്കണം, പറ്റുന്നത് കാണാതെ പഠിക്കണം എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അച്ഛൻ അന്ന് ഞാൻ പഠിക്കാൻ വരുന്ന സമയത്ത് അച്ഛൻ ഒരു 5-8 വാരികളുടെ ഇതാവുമ്പോൾ അയച്ചു തരും. പക്ഷെ അത് എയർ ഫ്രൈറ്റൊക്കെ കൂടുതലായതുകൊണ്ട് അത് എത്തുമ്പോഴേക്കും ഒരു 6 മാസമൊക്കെ പിടിക്കും. അങ്ങനെ വായിച്ചുകൊണ്ട് വളരെ തീവ്രമായിട്ടാണ് വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് സമയം നമ്മുടെ എല്ലാവർക്കും പറ്റുന്ന പോലെ തന്നെ ജോലി കണ്ടുപിടിക്കൽ, കല്യാണം കഴിച്ചു, ഇങ്ങനെയൊക്കെ. അത് അങ്ങനെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വായനയുടെ ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നിറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരിക, അത് വായിക്കാനുള്ള ചാൻസ് ഉണ്ടാവുക. അപ്പോൾ ആണ് ഈ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മാതൃഭൂമി കലാകൗമുദിയൊക്കെ എടുത്തുകൊണ്ട് വരിക. അങ്ങനെ വായിച്ചുള്ള ഒരു പരിചയമാണ്. അപ്പോൾ അതുകൊണ്ട് വായന എനിക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് വെറുതെ ഫ്രിവലസ് ആയിട്ട് വായിക്കാൻ പറ്റില്ല എനിക്ക്. ഫ്രിവലസ് ആണെന്ന് ആദ്യം തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി വയ്ക്കും. കാരണം നമ്മൾ ബഹുമാനത്തോടു കൂടി ഒരു സാധനം വായിക്കണമല്ലോ. കാരണം ഒരാൾ വളരെ ഭംഗിയായിട്ട് കഷ്ടപ്പെട്ട് എഴുതുന്നതാണ്. കാരണം ഞാൻ ഒരു പേജ് എഴുതണമെങ്കിൽ എത്ര വിഷമമുണ്ടെന്ന് എഴുതുന്നത് എല്ലാവർക്കും അറിയാം. വിഷമെന്ന് ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടല്ല, അത് ആ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആക്ച്വലി ദാറ്റ്സ് എൻ ഇൻറ്റൻസ് പ്രോസസ്. അതുപോലെ തന്നെയാണ് എനിക്ക് പെയിൻഫുൾ ആണ്, എൻജോയ്മെന്റ് ഉള്ള ഒരു മസോക്കിസമാണ് ഉണ്ട് അതിനകത്ത്. ഒരു ആത്മപീഡനത്തിന്റെ ഒരു സുഖമുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഞാൻ പറഞ്ഞ എഴുത്ത് പോലെ തന്നെ വായനയും. ഇപ്പം ഞാൻ ചിലരുടെ വായനകൾ, ഇപ്പം വിജയ് ജെയിംസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ നിരീശ്വരനാണെങ്കിൽ ആന്റി ക്ലോക്ക് അല്ല, അദ്ദേഹത്തിന്റെ മാത്രമല്ല, അല്ല കോതമംഗൽ അദ്ദേഹം തന്നെ ഇത് ചെയ്തു. ഞങ്ങൾ സാഹിത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ തുടങ്ങി. അതിലാണ് ജെയിംസ് ആദ്യമായിട്ട് ഒരു കഥ അവതരിപ്പിക്കുന്നത്. ഞാനൊക്കെയാണ് ആ സാഹിത്യം തുടങ്ങിയത്. അത് ഞാൻ പിന്നെ അറിയുന്നത് അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സുകുമാർ നമ്മൾ ദുരുദ്ദേശം ഉണ്ടായില്ല. അല്ല, ഇങ്ങനെ പറയുന്ന സാഹിത്യം വല്ലതും മോശമാണെങ്കിൽ കുത്തിക്കളയാന്ന് വിചാരിച്ച് അല്ല. അപ്പോൾ അതുപോലെ സി രാധാകൃഷ്ണൻ സാർ, അപ്പോൾ അതുപോലെയുള്ള എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അത് പിന്നെ അത് പലപ്പോഴും അത് നിങ്ങൾ വായനക്കാർക്ക് ഉണ്ടാവുമായിരിക്കും, നമ്മുടെ ഉള്ളിലുള്ള സംഗതിയുമായിട്ട് റെസണൻ്റ് ആണ് ഈ എഴുത്തെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ നമ്മൾ ഓപ്പൺ മൈൻഡഡ് അല്ലാത്തതുകൊണ്ടാണോ മനസ്സിലാവാത്തത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഖസാക്കിൻ്റെ ഇതിഹാസം ഞാൻ ചെറുപ്പത്തിൽ വായിച്ചത് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ അത് നല്ലൊരു ചർച്ചയായിട്ട് വന്നപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു പുസ്തകം വാങ്ങി വായിക്കാം. വൈഫ് നാട്ടിലുള്ളതുകൊണ്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറയാൻ പോവാം. ഓൺലൈനൊക്കെ കിട്ടുമായിരിക്കും, എന്നാലും നമ്മൾ കയ്യിൽ പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരു സുഖം. പക്ഷെ ചില ഈ ഫോൺ കൊണ്ടുവന്ന പിന്നെ സ്മാർട്ട് ഫോൺ കൊണ്ടുവന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒരു കാര്യം കൂടി ഞാൻ പരാമർശിച്ചോട്ടെ. ഞാൻ 1-2 സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചു. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ പെട്ടി കാലിയടിച്ചാണ് വരുന്നതെന്നും തിരിച്ചു പോകുമ്പോഴാണ് സാധനങ്ങൾ കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ അധികം വരാറില്ല. ഇത് അവർ നാട്ടിൽ താമസിക്കുന്നവരാണ്. ഇവിടെ ചില ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഇങ്ങോട്ട് പെട്ടി കാലിയടിച്ച് വരും. അപ്പോൾ അവരോട് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് പുസ്തകങ്ങൾ. അവരെ തരികയും ചെയ്യും. അപ്പോൾ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ അപൂർവമാണ്, എണ്ണത്തിൽ കുറവാണ്. അപ്പൊ നമ്മൾ പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് അവരോട് പറയണം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ള പുസ്തകം കൂടി അവർ കൊണ്ടുവന്ന് തരും. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. സെലക്ട് ചെയ്ത് പറയും. അപ്പം ശങ്കർ നാഷ്വിൽ അദ്ദേഹമാണ് പ്രസിഡന്റ്, നമ്മുടെ എല്ലാവരും പറയട്ടെ അല്ല. ഒരു ന്യൂസ് കണ്ടത് കഴിഞ്ഞ ദാനയുടെ മീറ്റിംഗിൽ ഇദ്ദേഹത്തിന്റെ നോവലിനെ പറ്റി ഒരു വിശകലനം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആസ്വാദനം നടത്താൻ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ ആക്ച്വലി ഇന്ന് നമ്മൾ സംസാരിക്കാൻ വിചാരിക്കുന്ന മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയ്സൺ പിൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ നടപ്പാതയിൽ വായിച്ചു കഴിഞ്ഞപ്പം
അപ്പോൾ എൻ്റെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അതായത് ഓഫീസ് ജീവിതവും ജോലി പോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുള്ള കഥയായതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സംസാരിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചത് ഇപ്പം എന്തായാലും നേരിട്ട് ആ പുസ്തകത്തിനെ പറ്റിയുള്ള സംസാരം നമുക്ക് ഡാലസിൽ വെച്ചിട്ട് നടത്താം. അപ്പോൾ വിസ്തരിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലാവരും ഉണ്ട്, നമുക്ക് വായനാലോകമാണ് നമ്മളെ നാഷണൽ മ്യൂസിക്കാണ്. ഞാൻ അത് പറയാം, പിന്നീട് ഞാൻ പറയാം. 96 ഞാൻ അവിടെ വന്നത്. 96 വന്നിട്ട് നമ്മൾ സംസാരിച്ച വായന മുട്ടി 96 വായന മുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട്ടിലുള്ള കാലത്ത് നന്നായിട്ട് വായിക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഹിസ്റ്ററി ഉണ്ടോ, കലാമതി ആദ്യം മാതൃഭൂമി കലാമതിയൊക്കെ. ഇവിടെ വന്നതോടുകൂടി കംപ്ലീറ്റ് മുട്ടി, വായന മുട്ടി. പിന്നെ ഒരു 2008 ആകുമ്പോഴാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതോടുകൂടി 2008 ഞാനൊരു ബ്ലോഗ്, ഈ വായനയിൽ ആകെ പത്രം വായിക്കലേ ഉള്ളൂ. നായനാർ അവിടെ പറയുമല്ലോ, അതായത് അവിടെ പത്രം വായിക്കുന്നതിനും നമ്മളിവിടെ പത്രം വായിക്കും. അവിടുത്തെ പത്രം ഇറങ്ങുന്നതിനും അവിടുത്തെ ഇറങ്ങി വായിക്കുന്നതിനും നമ്മളിവിടെ വായിക്കും. 1 മണിയാകുമ്പോൾ എത്തുള്ളൂ. അപ്പം അങ്ങനെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വായന. ബാക്കി മറ്റേ ലിറ്റററി വായന കംപ്ലീറ്റ് മുട്ടി. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് തുടങ്ങിയത്. അപ്പോൾ അതിനൊരു ഗുണം എന്താ വെച്ചാൽ ഈ ബ്ലോഗിൽ എന്ന് പറഞ്ഞാൽ പുതിയ എഴുത്തുകാരാണ്. അപ്പോൾ അവരുടെ ആ ബ്ലോഗ് മലയാളം.com അൺപബ്ലിഷ്ഡ് റോ എക്സാക്ട്ലി അതാണ്. അപ്പോൾ അത് അവരുടെ അതുകൊണ്ട് മാത്രമല്ല അവർ ചിലരോട് ചോദിക്കും, ഞാനത് ഇട്ടോട്ടേന്ന് ചോദിക്കും, ചിലത് ചോദിക്കാതെ തന്നെ ഇടും. അത് പക്ഷേ നല്ല വായനക്കാരുണ്ടായിരുന്നു മലയാളം. ഞാനിപ്പോൾ ഇപ്പോഴാണ് ഒരു 2008 മുതൽ 2020 വരെ അത് നന്നായിട്ട് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ അത് 3 മണി. ഇന്നത്തെ പല എഴുത്തുകാരും അന്നത്തെ ബ്ലോഗേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുഴൂർ വിൽസണിൽ ഞാൻ ചോദിച്ച് എഴുതാറുണ്ടായിരുന്നു. നിർമ്മല, നമ്മുടെ ഇപ്പോഴത്തെ നോവലിസ്റ്റ് നിർമ്മല, ഇവിടുത്തെ മാലിനി, അപ്പോഴേക്കും കൂടെ ആൾ വളരെ ഫേമസ് ആയി. ബെന്യാമിൻ്റെ ഞാൻ ആദ്യം എടുത്തിട്ടില്ല. അപ്പോഴേക്കും വേറൊരു പ്രശ്നമുണ്ട്, ബ്ലോഗ് അങ്ങനെ ഇടാൻ പറ്റില്ല. അവർ പ്രസിദ്ധീകരിച്ചാണെങ്കിൽ നമ്മൾ ഇടാൻ പറ്റില്ല, അത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഈ നിർമ്മലയുടെ ഇങ്ങനെ DC ബുക്സ് ഒക്കെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയോണ്ട് നിർമ്മല എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ പ്രശ്നമുണ്ട്, അത് ഇടാൻ പാടില്ല, അത് നിർബന്ധമാണെന്ന്. ഓക്കെ, ഐ ഡോണ്ട്. അപ്പോൾ അടുത്ത തലമുറയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആൾക്കാരുടെ ഇടുന്നത് അങ്ങനെയാണ്. കുറവാണ്. ഞാനിത് ഈ blogspot.com എന്നറിയാം, അതാണ് എൻ്റെ ഇത്. അതിലാണ്. അപ്പോൾ 2 ബ്ലോഗുകളുണ്ട് എനിക്ക്. ഒന്ന് ബോധധാര എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, അത് എന്താണ് ഫിക്ഷൻ. പിന്നെ എന്താണ് ചാറവാകം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബ്ലോഗ്. ആ ബ്ലോഗിലാണെങ്കിൽ ഇതാണ് ബ്ലോഗ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു റെപ്പോസിറ്ററി ആയിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറേ നാൾ അവിടെ ഇരുന്നോളൂ. പിന്നെ മാക്സിമം പറ്റുന്ന ആരെങ്കിലും എടുക്കുന്നല്ലേ ഉള്ളൂ, എടുത്തോട്ടെ, ആവശ്യമുള്ളവർ എടുത്തോട്ടെ എന്നുള്ള എടുത്തോ. പക്ഷെ അത് സൂക്ഷിച്ച് വെക്കാൻ നല്ലതാണ്. കാരണം പലപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിൽ എവിടെയായിരിക്കുന്നത് പബ്ലിഷ് ചെയ്തപ്പോൾ കലാകമ്പനിയിൽ ഒരു ആർട്ടിക്കിൾ വന്നു, അത് ഉടനെ തന്നെ ഞാൻ ഈ ബ്ലോഗിലേക്ക് എടുത്തിടും. അപ്പോൾ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്ക് ആയി. മാത്രമല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ബ്ലോഗിലേക്ക് എടുത്ത് മാറ്റും. കാരണം ഫേസ്ബുക്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, അത് സീരിയലാണ്, കുറച്ച് കഴിയുമ്പോൾ മിസ്സായി. അതെ അതെ. പക്ഷെ ഫേസ്ബുക്കിലാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് കൊണ്ടും അതുകൊണ്ട് നമുക്ക് കാണാൻ. അതെ അതെ, അവിടെ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് പണ്ട് ബ്ലോഗിൽ ഇൻസ്റ്റന്റ് ഇൻഫർമേഷൻ കിട്ടുന്ന മാതിരി. അന്ന് പക്ഷെ ചീത്ത കേൾക്കൽ കുറവായിരുന്നു. അല്ല എങ്ങനെയാകില്ല ഇന്നത്തെ പോലെ അതുകൂടെ നിർത്താൻ കാരണം ഞാനിപ്പോ ഈ ഓർഗനൈസേഷൻ്റെ ഒഴിച്ചൊരു കാര്യം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടില്ല. വീഡിയോസ്, ഫോട്ടോസ്, വേറെ ചർച്ച എന്നുള്ള പരിപാടി ഇല്ല. അതൊരു 3-4 കൊല്ലം മുമ്പ് ഞാൻ നിർത്തി. അതിൻ്റെ ഒരു ബ്ലോഗിന് ഒരു കാര്യമുണ്ട്, നമ്മൾ ചർച്ച നമ്മൾ അനുവദിച്ചാൽ മാത്രമേ അതിനകത്ത് ഇടാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ല അത് വരാം, ഫേസ്ബുക്കിലാണ് ഞാൻ പറയണത്. മറ്റേ ബ്ലോഗിൽ നമുക്ക് കണ്ടോ. ബ്ലോഗിലൊന്നും എനിക്ക് ഇപ്പോഴും ഒരു ബ്ലോഗിൽ ആൾക്കാർ തമ്മിൽ തല്ലുകൂടി, ആൾക്കാർ തമ്മിൽ ഹീറ്റഡ് കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഐഡന്റിഫൈഡ് ആയിരുന്നു. ബ്ലോഗിന്റെ സമയത്ത് എല്ലാവർക്കും അവരുടെ മുഖം മറച്ചു വെച്ചതുകൊണ്ട് യാതൊരു ഗുണമായിരുന്നില്ല. ഫേസ്ലെസ് ബുക്ക് അല്ല. അതിന്റെ ഒരു ഇതുണ്ട്. അത് 2005 മുതൽ 15 വരെ ഈ ബ്ലോഗിന്റെ ഒരു കാലമായിരുന്നു. അതിനുശേഷമാണ് ഈ മാക്സ്റ്റർ വന്നത്. അന്ന് അത് മുതൽ ആക്ച്വലി അന്നാണ് തുടങ്ങുന്നത്. അല്ലാതെ ഞാൻ ഈ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയുള്ള ഈ ലൈബ്രറി പോക്കല്ലാതെ വായന ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഈ മാക്സ്റ്റർ വന്നതോടുകൂടി അതൊരു അവിടേക്ക് മലയാളം പുസ്തകങ്ങൾ എവിടെയെങ്കിലും കിട്ടും, വളരെ കുറവേ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ MTയുടെയോ അല്ലെങ്കിൽ വളരെ മാധവക്കുട്ടിയുടെ ചില പുസ്തകങ്ങൾ നമ്മുടെ നാഷണൽ ലൈബ്രറിയിൽ കണ്ടിട്ടുണ്ട്. ഒരു ജോണിന്റെ കാര്യം പറഞ്ഞില്ല, ജോണിന്റെ വായനയുടെ അതിലേക്ക് എത്തില്ല. അല്ല നമ്മൾ ഒരു റൗണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ട്, അതായത് ഈ ഞങ്ങൾ 4 പേരും ലാനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ. അതുകൊണ്ട് അതായത് ഞാൻ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ജോയിന്റ് സെക്രട്ടറിയാണ്.
പ്രോഗ്രാം കമ്മിറ്റി ചെയറാണ്. കാനഡയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓ നമ്മുടെ ലാന ഇന്റർനാഷണൽ കാനഡയിൽ നിന്ന് ആൾക്കാരെ വശീകരിച്ച ലാനനെ ഇന്റർനാഷണൽ ആക്കുന്ന സുകുമാറാണ്. അല്ല, ഒരു നൂണിയും പറയാം, ഇദ്ദേഹം ഇവിടുത്തെ സർഗവേദിയുടെ പ്രസിഡന്റ്. നമുക്ക് പറയണെങ്കിൽ ഇപ്പൊ ഇത് പ്രവാസി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൊട്ട് തുടങ്ങണം. ഞാൻ മുമ്പ് പറയാൻ ഒരു പരാതി ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഈ പ്രവാസിയെ കുറിച്ച് പറഞ്ഞത്. അല്ലെ, ഒരു പോയിന്റ് ഞാൻ പറയാം. ഇന്നലെ നമുക്കൊരു ഇതുണ്ടായിരുന്നു, എന്നെ സ്വാധീനിച്ച കൃതികൾ. സാഹിത്യ കൃതികളൊന്നും എന്നെ സ്വാധീനിച്ചിട്ടില്ല. ഞാൻ ഉള്ള കാര്യം പറയും. എന്നെ ഏറ്റവും സ്വാധീനിച്ചത്, ഞാൻ ചെറുപ്പത്തിലെ എല്ലാ ദിവസവും ഒരു പുസ്തകവും വായിക്കുന്ന ആളായിരുന്നു. അപ്പം ഇവിടെ തീർന്ന പുസ്തകം ഞങ്ങൾ സൈക്കിൾ എടുത്ത് ചെറായി, ഞാൻ പറവൂർക്കാരനാണ്, ചെറായി അവിടെയൊക്കെ പോയി മേടിച്ചു. എന്തോന്നാണ് കുറ്റാന്വേഷണ കഥകൾ. അതാണ് എന്നെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. എല്ലാം ബാറ്റൺ ബോസും കോട്ടയം പുഷ്പവും ഉൾപ്പെടെ. കാരണം അപ്പൊ എൻ്റെ ഒരു ഫേസ്ബുക്ക്, എൻ്റെ വാട്സാപ്പിൽ നോക്കി കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ആൻ എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം, കാൾ സാഗന്റെ യു നീഡ് എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് നിർത്തുന്നുണ്ട് കാൾ സാഗന്റെ. അതിൽ എന്നെ വിശ്വസിപ്പിച്ച് അന്നത്തെ കുറ്റാന്വേഷണ കഥ അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്റ്റാറ്റസ് അതാണ്. അപ്പോൾ പ്രവാസി എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ഹൈദരാബാദ് 5 മാസം ഉണ്ടായിരുന്നു, 5 വർഷം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പ്രവാസി എന്ന് പറഞ്ഞാൽ ഗൾഫുകാരനാണ്. ഓക്കെ, അപ്പൊ അവർക്കറിയില്ല ഇങ്ങനെ അമേരിക്കയിലും ഇവിടെയൊക്കെ ആൾക്കാർക്ക് പോലും നമ്മളെ വേണ്ട. കാനഡയിൽ നിന്ന് അമേരിക്ക എന്ന് വെച്ചാൽ പൊക്കളം. അപ്പൊ ഹൈദരാബാദ് ആയിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സെക്കൻഡറാബാദിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളത്തിന്റെ ഞാൻ സ്ഥിരം വായിച്ചിരുന്ന കലാകൗമുദി, മാതൃഭൂമി, ദേശാഭിമാനി, ഈ 3 വാരികകൾ കിട്ടും. അത് മേടിക്കും. ഇങ്ങോട്ട് നമുക്ക് വെക്കുന്നു ഒരു കുന്തമില്ല. അപ്പൊ എങ്ങാണ്ടും ഒരു മലയാളം പത്രം വരുത്തുമായിരുന്നു. അത് കുറെ ആൾ വരുത്തി, അതിൽ കഥയൊക്കെ എഴുതിയായിരുന്നു. എന്റെ കഥയും കവിതൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്കും മടുത്തു. കാരണം ആദ്യത്തെ 3-4 പേജ് കഴിഞ്ഞാൽ മുഴുവൻ പള്ളിക്കാര്യങ്ങളാണ് എൻ്റെ അത്. ഓക്കെ, നമുക്ക് അതാണ് എൻ്റെ അത് വരിക. അവിടെ ചെണ്ട കൊട്ടി, ഇവിടെ കൊടിയേറ്റി അങ്ങനെ നിറച്ച് കാലം കുറെ പേജുകളും. അപ്പൊ അതും നിർത്തി. പിന്നെ അന്ന് ഇവിടത്തെ നമ്മുടെ വായനക്കാരെ നമ്മൾ പരിചയപ്പെട്ടില്ല. അപ്പം അന്ന് മലയാളി അസോസിയേഷനിൽ മംഗലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ എഴുത്തുകാർ വന്നു കഴിഞ്ഞാൽ അറിയാതെ അങ്ങ് പോവുകയാണ് ആരും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അത് പറ്റില്ല, എഴുത്തുകാർക്ക് നമ്മൾ സ്റ്റേജ് കൊടുക്കുക. അങ്ങനെയാണ് സർഗവേദി ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ പുസ്തകങ്ങൾ കൊണ്ടുവരും, അങ്ങനെ വായിക്കും. പിന്നെ എൻ്റെ വായനയിൽ സാഹിത്യകൃതി മാത്രമല്ല മറ്റ് കൃതികളുണ്ട്. ഞാനിപ്പോൾ വായിച്ചത് ഇംഗ്ലീഷിലിപ്പോൾ ആൽക്കമിസ്റ്റ് നോവലാണെങ്കിലും ഇംഗ്ലീഷിൽ വായിച്ചാണത്. ഇൻഫിഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കൃതിയാണ്, അയാൻ ഹെഴ്സിയുടെ. ഓക്കെ, ഗോഡ് ഡെല്യൂഷൻ. അപ്പോൾ നമ്മുടെ അതൊന്നും സാഹിത്യത്തിൽ ഇതൊഴിച്ച് മറ്റേ ആൽക്കമിസ്റ്റ് ഒഴിച്ച് മറ്റൊന്നും സാഹിത്യത്തിൽ പെടുന്നില്ലെങ്കിലും ദേ ആർ സാഹിത്യം പറയാം. പക്ഷേ അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. അപ്പോൾ നാട്ടുഭൂമി ഇതുപോലെ ജേക്കബ് പറഞ്ഞാൽ ഒരു ബാഗ് കൊണ്ടില്ലെങ്കിലും ഇപ്പം എനിക്ക് ഞാൻ എക്സ്ട്രാ ലഗേജ് ഇത്തവണ വന്നപ്പോൾ കൊടുക്കാനുള്ള കാരണം എൻ്റെ ബുക്കിൻ്റെ കട്ടിയാണ്. 16 പുസ്തകം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പല സ്ഥലത്ത് പോയപ്പോൾ മേടിച്ച് കൂടിപ്പോയി അറിയാതെ. 10 പുസ്തകം കൊണ്ടുവരും. കുറേ വായിക്കും, കുറേ വായിക്കാൻ പറ്റില്ല. പക്ഷെ ചില പുസ്തകങ്ങൾ രണ്ടാമത് വായിക്കും. അപ്പം പിന്നെ ഇവിടെ നമ്മൾ സർഗവേദിക്ക് നമ്മളൊരു ലൈബ്രറി തുടങ്ങി. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും വായിപ്പിക്കാതെ. നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുമല്ലോ എല്ലാവരും വായിപ്പിക്കാൻ. അപ്പോൾ അത് പ്രശ്നം നമ്മൾ പല സ്ഥലങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് ഇത് ഒരുമിച്ച് കൂടാനും കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല, അത് ചിലപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഉമേഷ് ഏതോ ഒരു പ്രാവശ്യത്തെ മൈൻഡിൽ ഒരു ഇതിന് എനിക്കൊരു പുസ്തകം തന്നു. ഇപ്പോഴും പുസ്തകം ഇവിടെ കിടക്കും. ഉമേഷിനെ കാണുന്നില്ല. ഈ ഉമേഷിനെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പുസ്തകമില്ല. അപ്പൊ തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു സംഭവം. പിന്നെ ഉമേഷിന്റെ അടുത്ത് 2-3 കോപ്പി ഉണ്ടായിരുന്നു ആ പുസ്തകത്തിന്റെ. പ്രവാസിന് അത് കിട്ടിയിട്ട് വലിയ നിർബന്ധമല്ല. ഞാൻ ഒരു ഇതിൻ്റെ ഒന്ന് പറയാം. ഈ പ്രവാസി എന്നുള്ള വേർഡ് എനിക്കിപ്പോൾ ഒരു താല്പര്യക്കുറവുണ്ട്. ഒന്ന്, പ്രവാസം ഇല്ല എപ്പോഴും എന്നാണ് എൻ്റെ. ഗ്ലോബൽ മലയാളിയുള്ളൂ, അങ്ങനെയുള്ളൂ. പ്രവാസി വേണമെങ്കിൽ 2000 വരെയൊക്കെ പ്രവാസി, അല്ലെങ്കിൽ 2005 വരെയൊക്കെ പ്രവാസി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആരാണ് പ്രവാസി? കടൽ കടന്നവനാണ്? അല്ലല്ല, ഒറ്റപ്പെടുന്നവനാണ് ഒറ്റപ്പെടുന്നവനാണ് അർത്ഥം. അതെ, അതില്ലാതെ ഒരു കാലത്ത് ഇവിടെ ഉള്ള ആൾക്കാർ ഒറ്റപ്പെട്ടു പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളെ പ്രവാസി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ്. ടെക്നോളജി വന്നതോടുകൂടി നമ്മൾ ലോകം ഒന്നായി. നമുക്ക് പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടുകാര്, വീട്ടുകാര്, സുഹൃത്തുക്കളൊക്കെ ഒറ്റപ്പെട്ടു വരികയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് മൈഗ്രേഷൻ്റെ ഒരു ഭാഗമാണത്. പണ്ട് കാലത്ത് ഇപ്പോൾ 1900 അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു, ഇവിടുന്ന് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. അതൊരു പ്രവാസമാണ്. കാരണം ബന്ധമില്ല, കാറില്ല, വണ്ടിയില്ല, വരാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, ഫോണില്ല. പിന്നെ പ്രവാസത്തിൻ്റെ കാരണവും കൂടിയുണ്ട്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത്
ഒരുവിധം ബുദ്ധിമുട്ടായിട്ട് എക്കണോമിക്കാണ് അതിന്റെ എക്കണോമിക്കൽ. ഇതാണ്. പക്ഷേ ഞാനൊക്കെ വന്ന സമയമായപ്പോഴേക്കും അതിൻ്റെ കാലം മാറി. എൻ്റെ ചോയ്സ് ആയിരുന്നു വരുന്നതെന്നുള്ളത്. ഇപ്പോൾ നാട്ടിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതൊരു വേറൊരു എക്സ്പീരിയൻസിൻ്റെ തലമായിട്ട്. അതേസമയം എൻ്റെ ബ്രദറിലൊക്കെ 70s വന്ന സമയത്ത് ദേ ഹാഡ് ടു സ്ട്രഗിൾ അല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ 80s വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം 70s വന്നവരുടെ സ്ട്രഗിൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പ്രവാസം എന്നുള്ളതിൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് ഈ വന്നിട്ടില്ല. ടെക്നോളജി ഒരു പോയിന്റാണ് ഞാനത് പറയുന്നത്. അതായത് എൻ്റെ ഇപ്പോൾ ഏതാണ്ട് 100-ൽ-പരം PDF-കളുണ്ട്, മലയാളം ഇംഗ്ലീഷ് ഉൾപ്പെടെ. നമ്മുടെ കേരള ഹിസ്റ്ററി പഴയ ഒരു ഇതുണ്ട്, അതിൻ്റെ PDF ഉൾപ്പെടെ ആ ഉൾപ്പെടെ ഉണ്ട്. അപ്പം ഞാനിവിടെ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പുസ്തകം കൊണ്ടുപോകും, അല്ലെങ്കിൽ മേടിക്കും. എൻ്റെ മോളും ഞങ്ങൾ ഒരു പുസ്തകം എവിടെയെങ്കിലും മേടിച്ചിരിക്കും, അവിടെ 2-3 ദിവസം മേടിച്ചിരിക്കും. ഞാൻ 2-3 PDF-ഉം കൊണ്ടുപോകും. അപ്പോൾ ഒരെണ്ണം തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരെണ്ണം തന്നെ പോകുന്നൊരു തന്നെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ PDF ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നമുക്കങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തീർക്കാം. ഓഫീസിലൊന്നും ഇരുന്ന് വായിക്കാറില്ല. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുമ്പോഴൊക്കെ വലിയ ദീർഘദൂരമാണ് ഈ ഞാൻ ഇതിൻ്റെ വിദ്വാൻ പ്രകാശത്തിൻ്റെ മഹാഭാരതം വായിക്കുന്നത് ഫ്ലൈറ്റിലിരുന്ന് മിക്കവാറും. അതായത് PDF കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് വായിക്കാൻ പറ്റും. അത് എനിക്കിപ്പോഴും പറ്റില്ല. എനിക്ക് മാക്സ്റ്റർ ഞാൻ വായിക്കാൻ ഇതെന്നാണ്. അത് പിന്നെ അങ്ങനെയല്ല Maxter is almost like PDF. വായിക്കാനാണെങ്കിലല്ലോ ഐപാഡിൽ വായിക്കാണെന്ന് അത് ഐപാഡിൽ അല്ലെങ്കിൽ നമ്മളെ ലാപ്ടോപ്പിൽ വായിക്കാം. പക്ഷെ അല്ലാത്ത പുസ്തകങ്ങൾ എനിക്ക് പറ്റില്ല. എനിക്ക് കിൻഡിലും ഒന്നും പറ്റില്ല. അത് പുസ്തകങ്ങളാണെങ്കിൽ അത് വായിക്കാനാണ് കയ്യിൽ വേണം. അത് അത് ചിലപ്പോൾ മാറും കുറച്ച്. ഞാൻ ഈ PDF യാത്ര ചെയ്യുമ്പോൾ മാത്രമേ വായിക്കുള്ളൂ, വീട്ടിൽ പറ്റില്ല. വീട്ടിൽ എൻ്റെ കയ്യിൽ ബുക്ക് തന്നെ വേണം. മറ്റത് എന്നെ ഇത് ഉണ്ടായിരുന്നു. അതായത് പുസ്തകങ്ങൾ വായിക്കുന്നത് ഇപ്പൊ ഈ മാക്സ്റ്റർ ഐപാഡിൽ വായിക്കാൻ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാറ്റം കുഴപ്പമില്ലാതായിട്ടുണ്ട്. ഇഷ്ടമാണ് പുസ്തകമാണെങ്കിലും ഇതും വായിക്കാം. മലയാളം മാക്സ്റ്ററിൽ ഇമേജസ് ആണ് അല്ലേ, നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് വരുന്നത്. നേരെ വിപരീതം ഇപ്പോൾ ഞാൻ അറ്റ്ലാന്റിക് വായിക്കുന്നത്, ന്യൂയോർക്കറൊക്കെ വായിക്കുന്നത് മാക്സ്റ്റർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫ്രണ്ട്ലി സംഭവമുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആർട്ടിക്കിൾ ഇങ്ങ് വരും ആസ് എ ബ്ലോഗ് മാതിരിയുള്ളൊരു. ബുക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അത് എൻ്റെ സ്വഭാവമാണ്, പലർക്കും കാണുമായിരിക്കും. ചില പേജുകൾ അല്ലെങ്കിൽ ചില പാരഗ്രാഫ് എനിക്ക് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ പാരഗ്രാഫ് ഞാൻ എൻ്റെ ചില പുസ്തകത്തിലൊക്കെ ഞാൻ പെൻസിലിൻ്റെ മാർക്കുകൾ പല പേജിലും കാണും. എനിക്ക് രണ്ടാമത് വായിക്കാൻ ആഗ്രഹമുള്ള പാരഗ്രാഫ്സാണ് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈവൺ നമ്മുടെ ഉണ്ടോ, ഈവൺ നമ്മുടെ മീശയിൽ പോലും മിക്കവാറും ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഹരീഷിനെ കണ്ടപ്പോൾ ഞാൻ പറയായിരുന്നു, മീശയിൽ പോലും പല പാരഗ്രാഫിലും ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി വായിക്കും, രസമാണ് വായിച്ചിട്ടുണ്ട്. മീശയുടെ കാര്യം പറഞ്ഞു, ഞാനും മാർക്ക് ചെയ്തു, പക്ഷെ ചോന്ത പക്ഷി കൊണ്ടാണ് എനിക്ക് തോന്നി അത് പൊളിറ്റിക്സ് ആണ്. അതാരെങ്കിലും കേട്ടാൽ ആരും ഒഫൻഡഡ് ഒന്നും ആവണ്ട, എല്ലാവർക്കും കിൻഡിൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കിൻഡിലിൽ വെച്ചിട്ട് പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല അത് എത്ര പുസ്തകങ്ങൾക്ക് ആൾക്കാർ കൊണ്ട് നടക്കാലോ. ഇപ്പൊ നമ്മൾ സുഖമാണ്. അതെ, ഈ ഫോൺ എന്ന് പറഞ്ഞാൽ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ആ വായന ആപ്പോടെ കീഴ്മേൽ കിൻഡിൽ ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്. കിൻഡിൽ ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് പിന്നെ ബാൺസ് ആൻഡ് നോബിൾസിൽ പോയി നമുക്ക് തരേണ്ട കാര്യമില്ല. നാട്ടിലുള്ള പുസ്തകങ്ങൾ പലതും നമുക്ക് കിൻഡിൽ അവൈലബിൾ. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് അതിന്റെ വേർഷൻ മേടിക്കും. മലയാളം കിൻഡലാണെങ്കിൽ ഡിജിറ്റൽ കിൻഡലിന് വലിയ വിലയില്ല. ചില പുസ്തകങ്ങളൊക്കെ $0. അതെ അതെ, മറ്റേ $20-25 ബുക്ക് വരുന്നതിന് വില കുറയും. അത്ഭുതം തോന്നി. ഡോസ്റ്റോവ്സ്കിയുടെ ചില കളക്റ്റഡ് വർക്ക്സ് ഒരു പൈസ ഇല്ലാതെ അവർ തരാൻ ആമസോൺ പ്രൈം ഉണ്ടെങ്കിൽ വെറുതെ കിട്ടും. അപ്പൊ അങ്ങനെ പഴയ ചില ഗ്രന്ഥങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ഉള്ളത് തന്നെ പലതും, പക്ഷെ എല്ലാം ഇല്ല. ഇപ്പൊ ഡോസ്റ്റോവ്സ്കിയുടെ എല്ലാ പുസ്തകങ്ങളും ലൈബ്രറിയിൽ പുസ്തക രൂപത്തിലില്ല, പക്ഷെ കളക്റ്റഡ് ബുക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അപ്പൊ കളക്റ്റഡ് ബുക്സിനകത്ത് എല്ലാം ഉണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും. അങ്ങനെ പിന്നെ വേറൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ മലയാളം പഴയ പ്രിന്റൊക്കെ വളരെ മോശമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പൊടിയാറായ ബുക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഗൂഗിൾ ലെൻസൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ എക്സെർപ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഞാൻ ഇന്നലെ ആ നിർമാല്യത്തിൻ്റെ തിരക്കഥയുടെ ഒരു പോർഷൻ പറഞ്ഞില്ലേ, അത് ഞാൻ ചെയ്ത് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അത് നമ്മൾ ഇതിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അത് ഫോണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോണ്ട് എടുത്താൽ നമുക്ക് ചെയ്യാൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ എക്സെർപ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ കേരള സാഹിത്യ അക്കാദമിയുടെ ആർക്കൈവ്സിൽ ഒരുപാട് പുസ്തകങ്ങൾ കിടപ്പുണ്ട്. എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതല്ല, പഴയതാണെങ്കിൽ ഇപ്പൊ നാളെ തരുന്ന എനിക്ക് വായിക്കണമെന്ന് തോന്നുന്നു. മലയാളം PDF ആർക്കൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ ഉണ്ട്. അതിനകത്ത് എല്ലാത്തരം
പുരാണങ്ങളും എല്ലാത്തരം ചരിത്ര പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു രണ്ട് വ്യക്തി കൂടി പറയാം. ഒന്ന്, ഈ ഞാൻ സ്ഥിരമായിട്ട് കേട്ടിരുന്ന ബെന്നാസ് കഥാശ്വാസം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കഥകൾ പറയുകയാണ് വോയിസിൽ. ഓ ശരി. പുള്ളി ഓരോ ദിവസം ഓരോ കഥകൾ ബെന്ന ചെന്നമംഗലൂരോ പുള്ളി ഓരോ കഥകൾ വായിച്ചിട്ട് അതങ്ങ് പറയുകയാണ്. ഒന്ന് അയച്ചോളൂ, ഞാൻ അയച്ചുതരാം ഗ്രൂപ്പിലോട്ട്. അത് അങ്ങനെ കഥകൾ വായിക്കാൻ പാടുമോ? അത് ഓരോരുത്തർ നിങ്ങളൊരു കഥ എഴുതാൻ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അതാണ് ബിന്ദുവിന്റെ കഥ വായിച്ചു നിധി ബുക്സ് അങ്ങനെയുള്ള അവിടെ നിന്ന് ഇവിടുന്ന് എടുത്ത് വായിക്കുകയല്ല, അവരും പക്ഷെ നിങ്ങൾ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തുകാരുടെ അവരോട് ചോദിച്ചൊരു അനുഭവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണോ വായിക്കുന്നത്? അല്ല, ആണ്, നല്ല സൗണ്ടാണ്. ഞാൻ തോന്നുന്നത് അത് നല്ല സൗണ്ടാണ്. അപ്പം ഇതിന്റെ ഓരോ പ്രാവശ്യം ഓരോ കഥകൾ വരും. അപ്പൊ അത് നമുക്ക് നടക്കുകയാണെങ്കിൽ കേട്ടുകൊണ്ട് നടക്കാം. പിന്നെ മറ്റൊന്ന്, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ യൂട്യൂബ് ആണ് കേൾക്കുന്നെങ്കിൽ യൂട്യൂബിൽ തന്നെ കവിതകൾ കേൾക്കും. അപ്പൊ നമ്മൾക്ക് പരിചയമില്ലാത്ത കവിതകൾ നമ്മൾ വായിക്കാൻ പറ്റില്ല ഏതായാലും. അപ്പോ പുതിയ കവിതകൾ വരുമ്പോൾ കേൾക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു അതും ആക്ച്വലി ഒരു അനുഭവമാണ്. നന്നായിട്ട് അതുകൊണ്ടാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് വേറെ രണ്ട് രീതിയിലൂടെ ഉണ്ട് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഈ കിൻഡിൽ മാത്രമല്ലാതെ ഇങ്ങനെ ഇതുവഴി ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി കഥകൾ പറയുന്നവർ, അതുപോലെ തന്നെ ഇതിൽ ഈ യൂട്യൂബിൽ കവിതകളും പിന്നെയുണ്ട്. ഈവൺ നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം ഈ ഇടയ്ക്ക് കംപ്ലീറ്റ് അതിൽ ഇതിൽ കിടപ്പുണ്ട്. 5 മണിക്കൂറുള്ള ഒരു ഇത് കിടപ്പുണ്ട്. അത് ഞാൻ കഴിഞ്ഞ് കണ്ടത് 2 ആഴ്ച മുമ്പാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു മാസം മുമ്പ് പബ്ലിഷ് ചെയ്ത യൂട്യൂബിൽ കിടപ്പുണ്ട്. ആരാ എന്റെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ട് 5 മണിക്കൂറുണ്ട്. അതുകൊണ്ട് അല്ല, അത് ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വേറൊരു ആപ്പ് ലിബി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഇപ്പൊ ലിബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈബ്രറീസ് ആയിട്ട് ഇവിടെ ഉള്ള ലൈബ്രറീസുമായിട്ടുള്ള കണക്റ്റഡ് ആണ്. അപ്പം നമുക്കിപ്പോൾ ഒരു കിൻഡിൽ പുസ്തകമാണെന്നുണ്ടെങ്കിൽ ലിബി വഴി എടുക്കാം. ഓഡിയോ ബുക്സ് ലിബി വഴിയുണ്ട്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷെ പറ്റുള്ളൂ, മെമ്പർഷിപ്പ് എടുക്കണമായിരിക്കും. അല്ല, നമ്മൾ ലൈബ്രറി കാർഡ് ലൈബ്രറി കാർഡ് അത് കഴിഞ്ഞ് ലിബി ഡൗൺലോഡ് ചെയ്തിട്ട് ലൈബ്രറി കാർഡ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ലോഗിൻ ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫോണിലിപ്പം ലിബിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഇടയ്ക്ക് നോക്കും. അപ്പോൾ ഒരു പറയും ഇത് നോട്ടിഫൈ ചെയ്യണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അധികവും ചില സമയത്തൊക്കെ നമ്മളുടെ ഇപ്പം എന്താ പറയുക, മുറക്കാമിൻ്റെ പുസ്തകം വലിയ പുസ്തകമാണ്. മാത്രമല്ല ഇത് ഈ ഫാൻറ്റസിയും സർറിയലിസവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് തലയിൽ കയറില്ല അവരായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ മുറക്കാമിൻ്റെ സാധനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 മണിക്കൂർ ഒക്കെയാണ് പുസ്തകങ്ങൾ. പിന്നെ മാത്രമല്ല നമ്മൾ കേൾക്കുന്നത് 2x ഡബിൾ സ്പീഡിലാണ്. മനസ്സിലാവും. കാരണം ഇങ്ങനെയാ സംസാരിക്കുക. ആൾക്കാർക്ക് മനസ്സിലാവണം. അപ്പൊ നമുക്ക് കേൾക്കാൻ വേണ്ടിട്ട് 2x 1.75 2x കേൾക്കുക. ഞാനതല്ല പറഞ്ഞില്ല, ഞാൻ പിള്ളേർ ചെയ്യുന്നത് ആക്ച്വലി നോർമൽ സ്പീഡിന്റെ ഇരട്ടി. ഞാൻ പഠിക്കാൻ വേണ്ടി അല്ലല്ല 2x എന്ന് പറയണെന്നുണ്ടെങ്കിൽ 18 മണിക്കൂറിന്റെ സാധനം 9 മണിക്കൂറിന്റെ തീരും. അല്ല, യൂട്യൂബിലൊക്കെ ഉണ്ടത്. പക്ഷെ അല്ല, ഞാൻ യൂട്യൂബ് കേൾക്കല മെയിനായിട്ട്. അല്ല, അപ്പൊ സ്പീഡ് കൂടുതലല്ലേ ചെയ്യുന്നത്? അല്ലല്ല 2x എന്നാണ് അതിൽ പറയുക. നമ്മളുടെ കേൾവി 2x ആവുന്നു. സ്പീഡ് ഇസ് ഡബിൾ. അതാ ഞാൻ പറഞ്ഞു, സ്പീഡ് ഡബിൾ ചെയ്തു. സ്ലോ അല്ല, സ്പീഡ് ഡബിൾ ചെയ്തു. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഇത് പറയുന്നത് അങ്ങനെയല്ല. ഇത് ആക്ച്വലി സ്പീഡ് കുറവാണ്. ഞാൻ പറഞ്ഞ അതല്ല, ആക്ച്വലി സ്പീഡ് നോർമൽ ഈ പിള്ളേർ കേൾക്കാൻ വേണ്ടി അത് 2 ഒക്കെ ആക്കിയിട്ട് ഞാൻ ഇത് എന്താ പോഡ്കാസ്റ്റ് കേൾക്കുന്ന പോലും 1.5 അപ്പൊ ഇപ്പം ഗോപാലകൃഷ്ണന്റെ ദില്ലി ദാലി എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ്. പക്ഷെ അതിൽ എന്താ തന്നെ അദ്ദേഹം ഈ സംഗീതത്തിൽ പറയുമ്പോൾ മാത്രമേ ഇത് പറ്റാത്തുള്ളൂ. കാരണം സംഗീതത്തിൽ വരുമ്പോൾ സംഗീതം ശരിയാവില്ല. അപ്പം അദ്ദേഹം ചില ഞാൻ കേട്ട ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടിനെ കുറിച്ച് പറയും. അപ്പൊ പാട്ട് കേൾപ്പിക്കും. എസ് ഗോപാലകൃഷ്ണൻ ARലുണ്ടായിരുന്നു ഡൽഹിയിൽ. ഇതിൻ്റെ കൂടെ എനിക്കൊരു സംശയം. ഇപ്പം നമുക്കൊക്കെ അടുത്ത തലമുറയിൽ കുട്ടികളുള്ളതാണല്ലോ. ഇപ്പം എൻ്റെ മകനൊക്കെ പുസ്തകം തുറന്ന് വായിക്കില്ല. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പുസ്തകം വായിക്കില്ല. പക്ഷേ പല കാര്യങ്ങളിലും ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണെങ്കിലും സോഷ്യോളജി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നല്ല വിവരമുണ്ട്. അപ്പം ഞാൻ ചോദിക്കും എൻ്റെ അടുത്ത്, നീ എവിടെ നിന്നായി വായിക്കുന്നത്? അച്ഛൻ ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്ന് പറയും. അത്
അവരെല്ലാം വായിക്കുന്ന ബുക്സ് വഴിയല്ല. ട്വിറ്റർ വഴിയാണ് കുറേയൊക്കെ ഇൻഫർമേഷൻ. അവർ പല ഇതിന് അത് ഞാൻ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കും, നമുക്കൊരു ചെറിയൊരു വിചാരമുണ്ട് ആ എലീറ്റിസ്റ്റ് പ്രോബ്ലം കാരണം അതായത് ഇവനൊന്നും വായിച്ചില്ലെങ്കിൽ വളരില്ലേ അല്ല, എന്നുള്ള അതെല്ലാം സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും ഈവൻ ന്യൂസ് ഇതിലെല്ലാം ഇങ്ങനെ ടെക്നിക്കൽ ആർട്ടിക്കിൾസും ഇതെല്ലാം വരും. അതാണ്. ഇവർ ഇതിലും വായിക്കുന്നുണ്ട്. ഇവരല്ലാണ്ട് ഈ ചില ആൾക്കാരുടെ ഇപ്പോൾ സബ്സ്റ്റാക്ക് ആണ് കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. സബ്സ്റ്റാക്കിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് അവരൊക്കെ അവരുടെ ഒരു സബ്സ്റ്റാക്ക് തുടങ്ങുകയാണ്. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ടു ഇറ്റ് ആൻഡ് സംടൈംസ് ഇറ്റ് ഇസ് ഫ്രീ. അപ്പോൾ അത് അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട് ആ ഒരു സാധനത്തിൻ്റെ. ദെൻ ദേ ആർ ബിൽഡിങ് ദെയർ ഓൺ റീഡർഷിപ്പ്. നമ്മുടെ ഒരു ബ്ലോഗിൻ്റെ സാധനം തന്നെ. പക്ഷെ ഇന്ന് ബ്ലോഗിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി മലയാളികൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആയതുകൊണ്ട് ബ്ലോഗ് മാതിരി വേറൊരു സംഭവം തുടങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ ഞാനിപ്പോ യാത്ര ചെയ്യാറുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇന്റർനെറ്റും യൂട്യൂബും വഴി കാര്യം കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് എൻ്റെ മക്കളോട് ചോദിക്കും, പിള്ളേർ ചോദിക്കുമ്പോൾ അറിയും, അവർക്കറിയാം ഈ കാര്യം. അവർ പറയും അവിടെ നേട്ടി നെറ്റ്ഫ്ലിക്സിൽ അതിനെപ്പറ്റിയുള്ള ഡോക്യുമെന്ററികളുണ്ട്, ഇവരൊക്കെ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ അല്ല, അത് പല രീതിയിൽ ഇൻഫർമേഷൻ വരുന്നു. അതുണ്ട്. പലപ്പോഴും നമ്മളുടെ ഒരു ധാരണ ഈ ബുദ്ധിമുട്ടി വായിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. നമ്മളുടെ വഴി അതിപ്പോ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ചിലവർ ചെരവേല് ചെരവിട്ടെന്നെ കഴിക്കണം, പുളി വിറക് വെച്ചിട്ട് ഊതി വിറക് വെച്ചിങ്ങനെ ഊതി ഇതാക്കുന്ന അതൊക്കെ വാഷിംഗ് മെഷീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണം. ഇന്നലെ താങ്കൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ല. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, ഇതിനകത്തൊരു വാസനയുടെ ബലവും പിന്നെ മറ്റൊന്ന് ഒരു അഭ്യാസവും കൂടെ ഇതിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. നൈസർഗികമായിട്ട് വേറെ എൻ്റെ ഒബ്സർവേഷൻ ഇതാണ്. ഇപ്പോൾ എൻ്റെ മകനും മകളും ഒരേ വീട്ടിൽ വളർന്നവരാണ്, ഒരേ സ്കൂൾ സ്ട്രീറ്റിൽ പഠിച്ചവരാണ്, ഒരേപോലെ സ്കൂളിലെ നിർദ്ദേശപ്രകാരം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വായിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഡൗൺ ദ റോഡ് എൻ്റെ മകൻ്റെ വായനാശീലം കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആയിപ്പോയി. അവനെ കുറച്ച് വരയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലായി താല്പര്യം. എന്നാൽ മകൾക്ക് അങ്ങനെയല്ല. മകൾ ഇപ്പോഴും പിന്നെ ഇപ്പോൾ സമയം കിട്ടാറില്ല, പക്ഷേ സമയം കിട്ടുമ്പോഴെല്ലാം ലൈബ്രറി ഷീ ഹോൺ ദ ലൈബ്രറി ആൻഡ് ടേക്ക് ദ ബുക്സ് ആൻഡ് റീഡ്. അപ്പോൾ അതിനകത്ത് ഒരു വാസനയും പിന്നെ ഈ അഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ എൻ്റെ ഒരു അനുഭവം, ഈ നമ്മുടെ വീട്ടിലൊക്കെ കഥ പറഞ്ഞ് തരുന്ന ഒരു മുത്തശ്ശിയോ മുത്തശ്ശനോ ഉണ്ടെങ്കിൽ ഈ അവരെന്തെങ്കിലും വായിച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. ഈ കഥ കേട്ട് ഈ മുത്തച്ഛന് ഈ കഥ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള ആ സോഴ്സ് അറിയുമ്പോൾ ആ പുസ്തകം തേടി പോകാനുള്ള ഒരു ബലം നമ്മുടെ ഉള്ളിലുണ്ടാകും എന്നാണ് എൻ്റെ ഒരു ജെൻഡർ ഇതിന്റെ ഇതാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എൻ്റെ ഇതില് ഒരു ദിവസം എൻ്റെ മോൾ എന്നോട് ചോദിക്കുകയാണ്, എനിക്കൊരു ചോദ്യമുണ്ട്. എന്നാണ്, കഴിഞ്ഞ വർഷം ഞാൻ 29 ബുക്ക് വായിച്ചു, ഈ വർഷമാണ് ഇപ്പം, അടുത്ത വർഷം എത്രണ്ണം വായിക്കണം? ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടുതൽ വായിക്കണം. വെരി ക്ലീൻ. അപ്പൊ അത് ഈ പെൺകുട്ടികളാണോ കൂടുതൽ വായിക്കുന്നത്? ആൺകുട്ടികളാണ്. മൂത്ത ആൾ നന്നായിട്ട് വായിക്കും, രണ്ടാമത്തെ ആൾക്ക് അധികം വായിക്കില്ല. പക്ഷെ ഈ സോഷ്യൽ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനാണ് കൂടുതൽ, ഡാറ്റ ഉണ്ട് അവൻ്റെ അടുത്ത്, സ്പോണ്ടേനിയസ് ആണ്. മറ്റേ ആൾ വളരെ ഡീപ്പായിട്ടുള്ള തിങ്കിങ് സംഗതികളൊക്കെ പറയും. അത് എനിക്കാണ് വാസന. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ 3 ആൺപിള്ളേരാണ്. ഞാനേ വായിക്കോളൂ. എന്റെ ഇത് കേട്ട് കഴിയുമ്പോൾ പ്രശ്നവും അവർക്ക് വായനയില്ല. അവർ എന്നെ കളിയാക്കുകയും ചെയ്യും. എന്നെ ഭയങ്കരമായി പുസ്തക പുഴുവാണ്. ശരിയാണ്, നമ്മുടെ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, എന്നിട്ട് എത്രയോ വായിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് എത്ര പേര് അവിടെ ഒരു ദിവസം മുഴുവൻ പുസ്തകങ്ങളെ പറ്റി കടന്നു കയറാൻ അത് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ അങ്ങനെ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ 100 കൊല്ലത്തെ ചരിത്രം എടുത്താൽ അത് പിന്നെ വേറൊരു ഇതുണ്ട് കേട്ടോ. ഇപ്പൊ എൻ്റെ മോള് ഷീസ് 26, മകൻ 18. പക്ഷെ മകൻ അത്ര വായിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം, അവൾ ആ വായനയൊക്കെ തുടങ്ങുന്ന സമയത്ത് എക്യുപ്മെന്റ്സ് ഇല്ല. ഈ ഫോണ് പറഞ്ഞ സംഭവം കുട്ടികൾക്കായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഫാക്ടറായി. മറ്റേത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർബന്ധിച്ച് വായിപ്പിക്കുന്ന സംഭവങ്ങൾ വായിക്കുക എന്നുള്ളതല്ലാണ്ട്, പക്ഷേ ഇന്റർനെറ്റിൽ നിന്ന് ഇവിടുന്ന് കുറെ സാധനങ്ങൾ വായിക്കും, താല്പര്യമുള്ള സാധനങ്ങൾ എടുത്ത് വായിക്കുക എന്നുള്ളതല്ലാണ്ട് അവരുടെ PSC അവരുടെ കൂട്ടുകാരും. അതെ, അല്ല, അന്ന് അവര് എൻ്റെ മോളൊക്കെ ആണെങ്കിൽ അന്ന് സ്ഥിരമായിട്ട് ഞങ്ങൾ ലൈബ്രറി പോകുമായിരുന്നു. അവർ പഠിക്കുന്ന സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ 4-5 ബുക്കായിട്ടാണ് വരിക എപ്പോഴും. ഈ സാധാരണ ഇതല്ലാതെ അതൊക്കെ വായിച്ചു കൊടുത്തിട്ട് കൊടുത്ത് അടുത്ത് വരും. ഇപ്പോഴും മെമ്പർഷിപ്പ് ഉണ്ട് അവർക്ക് ലൈബ്രറിയിൽ എന്നുള്ളതാണ്. അതെ, അല്ല, ഞാൻ ലൈബ്രറിയിൽ നിന്ന് പോയിട്ടാണ് അധികം പുസ്തകങ്ങൾ എടുക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലത് വാങ്ങും, അല്ലെങ്കിൽ ചില ഓതേഴ്സിൻ്റെ നമ്മൾ റിലീസ് ആകുമ്പോൾ തന്നെ വാങ്ങും. ഇപ്പം
യുവാൽ ഹരാരിൻ്റെ പുസ്തകം ഉണ്ടെങ്കിൽ ഇപ്പം മാൽക്കം ഗാഡ്വെലിൻ്റെ പുസ്തകം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നേരത്തെ പ്രീ ഓർഡർ ചെയ്തിട്ട് എടുക്കും. ആഡം ഗ്രാൻഡിൻ്റെ പുസ്തകമൊക്കെ. അല്ലാത്ത പുസ്തകങ്ങൾ പലപ്പോഴും ലൈബ്രറിയിൽ നോക്കും, പുതിയ പുസ്തകങ്ങൾ. ഇപ്പോൾ ഈ ആൾക്കാരൻ ആഡം ഗ്രാൻഡ് എല്ലാ സ്പ്രിങ് റീഡിംഗ് ലിസ്റ്റ്, വിൻ്റർ റീഡിംഗ് ലിസ്റ്റ്, സമ്മർ റീഡിംഗ് ലിസ്റ്റ് എന്നിട്ട് ഇയാൾ ആ പുസ്തകം നേരെ അപ്പം തന്നെ ഞാൻ ലൈബ്രറി പോയിട്ട് ഉണ്ടോ നോക്കും. അപ്പം ബുക്ക് ചെയ്ത് അപ്പോൾ അപ്പം തന്നെ എടുത്തു വെക്കും. അപ്പോൾ യു ആർ ചിലതൊക്കെ 15th in the line of one book that has been ordered എന്നൊക്കെ പറഞ്ഞത് വരും. പിന്നെ ഓർഡർ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ നൈസർഗിക വാസന, പിന്നെ ആദ്യം കിട്ടുന്നൊരു പ്രചോദനം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഭ്യാസ തികവും കൂടെ. ചിലത് കടന്നു കയറണമെങ്കിൽ നമ്മുടെ ഒരു ആശാൻ നിന്ന് നമ്മളെ അഭ്യസിപ്പിച്ച് കര കയറ്റിയാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് വേറൊരു അനുഭവം. ഇപ്പം ഞാൻ തന്നെ ഒരു ഉള്ളൂരിൻ്റെ ഒരു ശ്ലോകം ഞാൻ തലകുത്തി നിന്ന് എൻ്റെ കയ്യിലുള്ള ഡിക്ഷണറികളും കാര്യങ്ങളെല്ലാം മറിച്ച് നോക്കിയിട്ട് ആ ശ്ലോകം എനിക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ശ്ലോകം ഞാൻ നാട്ടിലൊരാൾക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം മലയാളത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഉള്ള വ്യക്തിയാണ്, പക്ഷേ പഴയ ഒരു തലമുറയിൽപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്തിന് അയച്ചു കൊടുത്തു. അവർ എം എ കഴിഞ്ഞ് ഡോക്ടറേറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം അവർ അത് ഈ വിഗ്രഹിച്ച് വാക്കുകൾ വിഗ്രഹിച്ച് അർത്ഥമനോഹരമായിട്ട് പറഞ്ഞു. അത് അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം തികഞ്ഞു കിട്ടിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം വളരെ വലുതായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു സഹായഹസ്തം ഇല്ലാതെ നമുക്ക് ചിലത് കടന്നു കയറാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശങ്കർജി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പണ്ടും വായനയുടെ ഇതുണ്ടായിരുന്നു. സുരാസു എന്ന് പറഞ്ഞ മുക്കത്ത് അവിടുത്തെ ഏതോ ഒരു സിനിമയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഇതിൽ ഞാൻ എന്തോ ഒരു കവിത വായിച്ചതാണ്, എന്തോ കാര്യം പറഞ്ഞു വരുന്നുണ്ട് ഒരു സിനിമയിൽ. അത് കോളേജ് അധ്യാപകനാണ്. സുരാസു ഉടനെ കോളേജ് അധ്യാപകർ കവിത വായിച്ചു തുടങ്ങി വന്നു. അത് സർക്കാസത്തിൻ്റെ അത് എനിക്കിപ്പോഴും തലയിൽ ഇരിപ്പുണ്ട്. അത് എപ്പോഴും ഉള്ള ഒരു സംഗതിയാണ്. കുറച്ച് പേര് തലമുറ വ്യത്യാസമുണ്ട്. ഇപ്പൊ അരവിന്ദൻ, സുരാസു, ഗോപി, പിന്നെ അന്നുണ്ടായിരുന്നു. ഇപ്പൊ വേറെ നമ്മുടെ ഞാൻ ഇത് പറയാൻ ഇതായിരുന്നു, സി വി ശ്രീരാമന്റെ കഥകൾ ഉണ്ടല്ലോ, അവരും ജനറേഷൻ വലിയൊരു ഇതായിരുന്നു. ഇന്നാണ് അന്നൊരു ആർട്ട് സിനിമ എന്നൊരു വിഭാഗം തന്നെയാണ്. ഇന്നതില്ല, ഇന്നൊക്കെ വന്ന കമേഴ്ഷ്യലാണ്. അപ്പൊ കമേഴ്ഷ്യൽ ആവാണ്ട് ഈ സാധനം വിജയിക്കില്ല. പിന്നെ അടുത്തൊരാൾ പൈസ ഇടില്ല. പക്ഷെ മറ്റൊരു കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അരവിന്ദനൊക്കെ ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പൈസ കിട്ടുമെന്ന് നോക്കുന്നില്ല. ചെലവും കുറവായിരുന്നു. അപ്പൊ അന്നൊരു 3-4 ലക്ഷം കൊണ്ടൊക്കെ അവർ പടം എടുത്തിരുന്നു. ഒരു 10 ലക്ഷം കിട്ടിയാൽ മതി, എത്ര വേണ്ടു. ഇന്നത് കംപ്ലീറ്റ് മാറി. അല്ല, അരവിന്ദന്റെ പടങ്ങളൊക്കെ ഇന്നലെ ഞാൻ അവിടെ കണ്ടപ്പോ ഒരു സിനിമാ വിരോധിയാണ് എനിക്ക് തോന്നി. അതല്ല, അത് എം ടിയുടെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എം ടിയുടെ തിരക്കഥകൾ ഒരു സാഹിത്യ കൃതി എന്നുള്ള നിലയിൽ ഓൺ ഇറ്റ്സ് ഓൺ കംപ്ലീറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്ര വിവിഡ് പിക്ചേഴ്സാണ്, വാങ്മയ ചിത്രങ്ങൾ തരുമ്പോൾ. അതായത് സിനിമ പഠിക്കാത്ത എനിക്ക് പോലും തോന്നുന്നു എനിക്കൊരു ക്യാമറയിൽ 4 ആൾക്കാർ വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നിടത്തോളം ആ സിനിമ എൻ്റെ ഉള്ളിൽ വളരെ കത്തി നിൽക്കുകയാണ്, വളരെ പച്ചയ്ക്ക് നിൽക്കുന്ന ഒരു ഇതായിട്ട് തോന്നും. അതാണ് ഞാൻ പറഞ്ഞില്ലേ നിർമാല്യത്തിൻ്റെ കാര്യം. നിർമാല്യത്തിൽ തിരക്കഥയിൽ അദ്ദേഹം എഴുതി വെച്ചതിൽ അദ്ദേഹം മറ്റേ വിഷ്വലിൽ അതിനകത്ത് പറഞ്ഞേക്കാൾ കൂടുതൽ കാണിച്ചു. അതാണ് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സീൻ വന്നത്. ഇതിനകത്ത് ബലിക്കല്ലിൽ ആഞ്ഞു തുപ്പുന്നു എന്ന് മാത്രമേ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൂ. സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ മങ്കട രവിവർമ്മയാണെന്ന് തോന്നുന്നു, അവരെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ച് കാണും ഇത് കുറച്ചുകൂടെ ഒന്ന് പഞ്ചായി കളയാം എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ സിനിമ എനിക്ക് വളരെ താല്പര്യമുള്ളത്, ആഴ്ചയിൽ 3 എണ്ണം കാണും. എം ടിയുടെ അത് പറഞ്ഞപ്പോഴാണ് ഒരു പറഞ്ഞിട്ട് അപ്പം ഈ ഇടയ്ക്ക് എം ടിയുടെ മരണം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ മാതൃഭൂമി ഒരു വാരിക പോലെ ഒരെണ്ണം ഇറക്കിയിരിക്കുന്നു. അതില് എൻ്റെ കണ്ടുകൂടെ ഞാൻ അത് കൊണ്ടുവരാൻ എല്ലാവരുടെയും ഒരു 20-25 പേരുടെ എം ടിയെ പറ്റിയുള്ള അനുഭവങ്ങൾ രാമനുണ്ണി ഉൾപ്പെടെ ഉണ്ട് അതിൻ്റെ എനിക്കറിയില്ല. കാണുമായിരിക്കും, മാതൃഭൂമി ഉണ്ടെങ്കിൽ അവിടെ കാണും, രസമാണ്. അപ്പൊ അതിൽ എം ടിയുടെ കൃതികളില്ല, പക്ഷെ എം ടിയെ പറ്റി ഒരു 25 പേര് പറയുകയാണ് എൻ്റെ അനുഭവം എങ്ങനെയാണ്. അത് വായിച്ചു കഴിയുമ്പോൾ പുള്ളിയുടെ എം ടിയുടെ ആ കംപ്ലീറ്റ് ഒരു ഇതങ്ങ് പുറത്തോട്ട് വരും. ഇവരുടെ ഈ ഇത്രയും പേരുമായിട്ട് ഹൗ ഹി ഇന്ററാക്റ്റഡ്, അവരുടെ പേഴ്സണാലിറ്റി, ഇതെല്ലാം കൂടി വരുമ്പോൾ അല്ല 1000 പുസ്തകങ്ങളോളം അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഒരു ദിവസത്തെ വായിച്ച. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 1000 ഉണ്ടാവോ? 1000 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്.
കുറെ PhD തീസിസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ പക്ഷേ ആദ്യകാലങ്ങളിൽ അതിന് ഒരു ദിവസം 500-600 Articles പേജ് വായിക്കും. അവസാനം ഇപ്പോൾ ഒരു 30 പേജ് വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ദുഃഖമുണ്ടെന്നോ അങ്ങനെ പറഞ്ഞു. അത് പിന്നെ ലെജൻസ് ഉണ്ടാവുമല്ലോ, വലിയ MTയുടെ സുധീറിന്റെ ഒരു സുധീർ സുധീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ഡിറ്റക്റ്റീവ് നോവലൊക്കെ ഏതോ എവിടെയോ കിടക്കുന്ന അത്ര പേര് കേൾക്കാത്ത ആൾക്കാരുടെ ഡിറ്റക്റ്റീവ് നോവലുകൾ അടക്കം വായിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു 500 എണ്ണത്തെ കണ്ട വായിച്ചിട്ടുണ്ട്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ പറയാന്ന് വെച്ചാൽ ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മൾ വായിക്കും, പക്ഷെ പലപ്പോഴും സ്റ്റക്കാണ്. പക്ഷെ സ്റ്റക്കാവാതിരിക്കാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ എന്താണ് നല്ലൊരു കാര്യം? നിങ്ങൾ അല്ല, അത് വായനയിൽ നിന്ന് മാത്രമാവണമെന്നില്ല, പുസ്തകങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളിപ്പം അതിപ്പം എന്താ പറയുക, ഓഡിയോ ആയാലും ഇതായാലും പുസ്തകങ്ങളുമായിട്ട് കണക്ഷൻ, വായന ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അത് പല രീതിയിൽ അത് പോവില്ല. കാരണം ഇത് എഴുത്ത് തുടങ്ങിയപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു ഇത് എഴുത്ത് മഹാപ്രശ്നമാണുള്ളത്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ പിന്നെ മിണ്ടില്ല എന്നാണ് മൂപ്പരുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ മൂപ്പരൊന്നും എഴുതില്ലല്ലോ, മൂപ്പരൊക്കെ ചോദിച്ചു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ മിണ്ടുന്നതിന്റെ കാര്യം ഇപ്പൊ ഈ കഴിഞ്ഞ ഈ 2 ദിവസത്തെ ഉണ്ടല്ലോ, എത്ര പുസ്തകം വായിച്ചതിന്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ഞാനൊരു 6 പുസ്തകം വായിച്ചതിന്റെ എഫക്റ്റ് ഞാൻ പറഞ്ഞു 6 എടുത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല, അതല്ലേ പ്രശ്നം. പ്രായത്തിന്റെയാണ്. ഞാൻ അതിനെക്കുറിച്ച് മിണ്ടാത്തതാണ്. വായിച്ചാൽ തന്നെ ഓർമ്മയില്ല. ഈ സിനിമ ഉണ്ട് ഇപ്പൊ ഇതിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഒരു സിനിമ കണ്ടിട്ട് രണ്ടാമത് കണ്ട പകുതി ദിവസം ഗുരുസാഗരം, അപ്പൊ ഞാൻ ഗുരുസാഗരം വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ല എന്നുള്ളത് ഞാനിത് വായിച്ചിട്ട് അവസാനത്തെ 10 പേജിന്റെ ഇടയിലാണ് ഇത് അല്ല, പക്ഷേ വായന എന്റെ അഭിപ്രായത്തിൽ എക്സസൈസിനെ പറ്റി ആരാണ് ഓർമ്മിച്ചു വയ്ക്കുന്നത്? ദ ബോഡി റിമെമ്പേഴ്സ്. വാട്ട് ദ ബോഡി റിമെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഉണ്ട്. അത് വായന അത് തന്നെയാണ്. വായന, കേൾവി, പ്രസംഗം, നല്ല പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ കുറിപ്പ് എഴുത്ത് വയ്ക്കുക ഒന്നും ആവശ്യമില്ല. കാരണം അത് നമ്മൾ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യും. അത് അങ്ങനെയുള്ളതേ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് വായന എന്ന് പറയുമ്പോൾ അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. നമുക്കതിന്റെ ഉത്തരവാദിത്തമില്ല. നമ്മൾ ഒരു മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് ചിലർ ചെയ്യുന്നുണ്ടാവും എൻ്റെ മസിൽ എത്ര വലുതായിരുന്നു, പക്ഷെ അല്ലാതെ നാച്ചുറലി എൻ്റെ ആരോഗ്യം കൂടുതൽ. അപ്പം എൻ്റെ മനസ്സ് എൻ്റെ നോട്ടത്തിൽ എൻ്റെ മനസ്സ് വലുതാവുന്നത് വായന, അത് പ്രഭാഷണം കേൾക്കുന്നതിൽ, ഈ നടക്കാൻ പോകുമ്പോൾ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ, അതൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പം പോഡ്കാസ്റ്റുകൾ ഇപ്പം BBC-ൻ്റെയും ന്യൂയോർക്ക് ടൈംസിൻ്റെയും ഒക്കെ ബുക്ക് ക്ലബ്സ് ഉണ്ട്. അപ്പോൾ അതിലെന്താന്ന് പറഞ്ഞാൽ ഇവർ എല്ലാ ആഴ്ചയും എന്തെങ്കിലും പുസ്തകങ്ങൾ, ഇത് പലപ്പോഴും നമ്മൾ വായിക്കാൻ സാധ്യതയില്ലാത്ത പുസ്തകങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ കാരണം വേറെ കുറേ വായിക്കാനുണ്ട്, വാങ്ങിയത് തന്നെ ഉണ്ട് വായിക്കാൻ. പക്ഷെ ആ പുസ്തകങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് വരും. ഇപ്പോൾ ചില നോവലുകളുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആലോചിക്കും ഇത് വായിക്കണമെന്നില്ല, ഇപ്പോൾ സമയം കിട്ടില്ല. പക്ഷെ എന്നാലും ഒരു നോവലുകളുടെ തീം ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഹാൻകാങ്ങിൻ്റെ വെജിറ്റേറിയൻ അത് ഭാര്യ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് മീറ്റ് കഴിക്കില്ല എന്നുള്ളത്. എന്നിട്ട് ഇയാൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇയാൾ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ ഭാര്യ അങ്ങനെ എടുത്തിട്ട് എല്ലാ വിലപിടിപ്പുള്ള ബീഫ്, ഈ പ്രൈം കട്ട് സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്ത് കളയുകയാണ്. അപ്പോൾ അത് പിറ്റേ ദിവസം പറഞ്ഞു ഒരു മുട്ട കിട്ടും, പാലും പറ്റില്ല ഒന്നും നിർത്തി വേഗൻ. അപ്പൊ ഇത് എന്താ പറയുമ്പോൾ ഇവരാകെ പറയണേ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ഞാനിത് ആക്ച്വലി ഇത് കേട്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരെ പറ്റി അറിയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ. അത് കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞു എപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു പോഡ്കാസ്റ്റ് കേട്ടു വെജിറ്റേറിയൻ. അത് നോക്കുമ്പോൾ ചെറിയൊരു പുസ്തകമാണ്. ആക്ച്വലി അതിൻ്റെ ഒരു ഉദാഹരണം എനിക്കറിയാം. എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അവർ ആർക്കിടെക്റ്റാണ്. ഒരു ഓൾമോസ്റ്റ് 6 feet ടോളായിട്ടുള്ളൊരു വൈറ്റ് ലേഡി, വളരെ എമിയാസിയേറ്റഡ് ആണ്. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പാല് റോ വേഗനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നാലും അവർ ആൽമണ്ട് അരച്ചു കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് സാലഡും ഉണ്ടാവും. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് അത് കഴിക്കുള്ളൂ. ചോറൊന്നും കഴിക്കില്ല. ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വലിയൊരു കമ്പനിയിൽ, സിയാറ്റിലെ വലിയൊരു ടോപ്പ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ, ഞാൻ പേരൊന്നും പറയേണ്ടതെന്ന് വെച്ചിട്ട് അതിലൊരു ഡയറക്ടറൊക്കെയാണ്. അങ്ങേരാണെങ്കിൽ മീറ്റ് ആൻഡ് പൊട്ടറ്റോ വൈറ്റ് ഗൈ ആണ്. ഇയാളും ഈ സ്ത്രീയും വൈറ്റാണ്. പക്ഷേ ഈ സ്ത്രീ ശരിക്കും 6 അടി പൊക്കത്തിൽ ഒരു അതുപോലുള്ള ഒരാൾ. ഈ വെജിറ്റേറിയനിസം ആക്ച്വലി ആ ഫാമിലിയിൽ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് എനിക്ക് സംശയമാണ്. ആ 2 പിള്ളേരാണെന്നുണ്ടെങ്കിലും അത് ഫോഴ്സ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ വെജിറ്റേറിയൻ ആണെങ്കിൽ ഞങ്ങളൊന്നും ഒരിക്കലും കുട്ടികളുടെ അടുത്ത് ഫോഴ്സ് ചെയ്തില്ല. അതുകൊണ്ട് എന്താ പറയുന്നത് വെച്ചാൽ കുട്ടികളും വെജിറ്റേറിയനാണ്. ഞങ്ങൾ ഒരിക്കലും
ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കില്ല, പക്ഷെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ അവർ ഒരാൾ ട്രൈ ചെയ്തു എന്ന് തോന്നുന്നു, അത് വേണ്ടാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അത് പക്ഷെ മിലിറ്റന്റ് വെജിറ്റേറിയനിസം ഉണ്ട്. മിലിറ്റൻ വെജിറ്റേറിയനിസം അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്റൻ എന്നോടൊക്കെ ഞാൻ ചില സ്ഥലത്തൊക്കെ പോയി ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ ജന്തുക്കളെ തിന്നുന്നത്? ഞാൻ പറഞ്ഞു, ജന്തുക്കളെ എല്ലാ ജന്തുക്കളെ തിന്നില്ലേ? വെജിറ്റേറിയൻ ആയിട്ട് ജീവസ്യ ജീവ. വെജിറ്റേറിയൻസ് കഴിക്കുന്ന പശു അതൊന്നും കഴിക്കില്ല. അവരല്ല അല്ലല്ല ഈ ആനയും പശു എല്ലാം കഴിക്കുന്നതും വേറൊരു സാധനം ഉണ്ടാക്കി അത് വെച്ചാൽ ജീവൻ ജീവനല്ലേ അത്? അതെ. അതും ജീവനാണ്. ഈ വേദന നടക്കുന്നില്ലെന്നുള്ളൂ. അതെ വേദനേനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്ലാന്റ്സ് ക്യാൻ നോ വെൻ യു ഈറ്റ് ദം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പം പണ്ട് കുട്ടികൾക്ക് വേദന ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചെവി കുത്ത്. ചെവി കുത്ത് കുട്ടികൾക്ക് അനസ്തീഷ്യ കൊടുക്കാത്തൊരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അനസ്തീഷ്യ കൊടുക്കില്ല മീൻസ് അവർക്ക് അതിന് കാരണം കുട്ടികൾക്ക് നമ്മളെ മാതിരിയുള്ള വേദന അറിയില്ല എന്നുള്ളതൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ലോകത്ത്. നെർവസ് സിസ്റ്റം മുഴുവൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ആനിമൽസിന്റെ കാര്യത്തിൽ ഇപ്പോഴും നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വെജിറ്റേറിയൻ പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു ഒക്ടോപ്പസിനെ കഴിക്കുന്നത് ലൈവ് ഒക്ടോപ്പസിനെ കഴിക്കും. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ലൈവ് ഒക്ടോപ്പസിനെ കഴിക്കും, വേദന ഭയങ്കരമായിട്ട് തോന്നും. അതിൻ്റെ നെർവസ് സിസ്റ്റം ഭയങ്കര ഇതാ. അപ്പം ഒരു ടെൻറ്റക്കിൾസ് തന്നെ ഫീൽ ചെയ്യും. ഈ ഇവിടെ പിന്നെ ഇൻസെക്ട്സിനെ കഴിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ മിലിറ്റൻ വെജിറ്റേറിയനിസം അല്ല, അതിനകത്ത് ഹിപ്പോക്രസി ചിലപ്പോൾ എനിക്ക് ഇതായിട്ട് വരും. കാരണം ആന എഴുന്നള്ളിക്കുന്നത് മോശവും ചിക്കൻ കഴിക്കുന്നത് ശരിയും എന്നുള്ള ടൈപ്പ് വ്യത്യാസമുണ്ട്. അതെനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ പോണ്ടേ, അത് ഇന്ന് തിരിച്ചു പോണ്ടേ? രസമുള്ള സബ്ജക്റ്റ് അതെ, അത് നമുക്കിനി ഡിസൈഡായിട്ട് ഡാലസിൽ വെച്ച് ഡാലസിൽ വെച്ചിട്ട് ബാക്കി അപ്പൊ ഡാലസിൽ വരണോ വരണ്ടോ ഒന്ന് ആലോചിക്കാൻ പോലെ എന്നെ അല്ല. അപ്പൊ ഞാൻ നാട്ടിൽ പോകുന്ന ഒരു ഇതുണ്ടായി, അതുകൊണ്ട് ഇന്നലെ കമ്മിറ്റി ചെയ്യേണ്ടി വരും. അല്ല വേറൊന്ന് ഒരു 2 ദിവസം നേരത്തെ വന്നാലും അല്ലെങ്കിൽ നേരത്തെ പോയി ആ സമയത്ത് വരാം, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് പോവാം. അതെ അതെ അതെ. അല്ല, അപ്പൊ ഇതിപ്പോ താങ്ക് യു. Thank you. റെക്കോർഡായത് ഇതിന്റെ സൗണ്ട് ഒക്കെ എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ള അറിഞ്ഞൂടാ. അല്ല, അതിനൊരു സ്പെഷ്യൽ മൈക്രോഫോൺ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഒരു മൈക്രോഫോൺ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ദൂരെ നിന്ന് അതൊന്നും ഇപ്പൊ ഒന്ന് കണ്ടു ദൂരെ നിന്ന് പിടിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. വർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടാവാം.